കർമ്മം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും, അതിൽ സംശയമൊന്നുമില്ല. അത് അനുഭവിക്കേണ്ടത് ആര്? ഒരു ചോദ്യമാണ്. നമ്മൾ അനുഭവിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാവും. ഇനി നമ്മളെ ശരീരമില്ലെങ്കിലും നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ച മറ്റു ശരീരങ്ങൾ, അതായത് നമ്മുടെ വരുന്ന തലമുറ, അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതാണ് കർമ്മ. ചിലപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ട് എന്താണ് എനിക്ക് ദുരിതങ്ങൾ മാത്രമാണല്ലോ കിട്ടുന്നത്. ഇങ്ങനെ വരാൻ അതിന് നമ്മളെ ചെയ്യണമെന്നില്ല. നമ്മുടെ കർമ്മം കൊണ്ട് മാത്രമല്ല നമ്മൾ ദുരിതം അനുഭവിക്കേണ്ടതായിട്ട് വരിക. 3 തരത്തിലാണ് നമ്മൾ പ്രാരാബ്ധങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങളും അതും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. പിന്നെ വരുന്ന കാര്യമാണ് നമ്മുടെ പൂർവികരായിരിക്കുന്ന ആൾക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അല്ലേ? ഒരു കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. അപ്പോൾ അത്